നമസ്കാരം. തലസ്ഥാന നഗരം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതി അലൈൻമെന്റ് അന്തിമമാകുന്നത് വൈകുകയാണ്. 6 വ്യത്യസ്ത അലൈൻമെന്റുകൾ അടങ്ങിയ റിപ്പോർട്ട് ലഭ്യമായിട്ടും അനുയോജ്യമായ അലൈൻമെന്റ് സർക്കാർ തിരഞ്ഞെടുക്കുന്നത് വൈകുകയാണ്. പരമാവധി യാത്രക്കാർക്ക് അനുയോജ്യമായ അലൈൻമെന്റ് തിരഞ്ഞെടുക്കാമെന്ന നിലപാടിലാണ് സർക്കാർ ഉള്ളത്. അലൈൻമെന്റ് സംബന്ധിച്ച നിർദ്ദേശം സർക്കാരിനെ സമീപിച്ചതായി KMRL MD ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കിയതായി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അലൈൻമെന്റ് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. ഇതിൽ അന്തിമ അലൈൻമെന്റ് തീരുമാനം സർക്കാരിൻ്റെതാണ്. ഈ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്. തുടർന്ന് മാത്രമേ KMRLന് നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ലോക്നാഥ് ബെഹ്റ പറയുന്നത്. സർക്കാർ രൂപീകരിച്ച സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ അതായത് SPV ആയ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് തിരുവനന്തപുരത്തെ നിർദ്ദിഷ്ട മെട്രോ റെയിൽ പദ്ധതിക്കുള്ള 6 വ്യത്യസ്ത അലൈൻമെന്റ് ഉൾപ്പെടുന്ന വിശദമായ നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചത്. എന്നാൽ അലൈൻമെന്റ് തിരഞ്ഞെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല എന്നതാണ് വിഷമകരമായ കാര്യം. തിരുവനന്തപുരം നഗരത്തിൽ ഓരോ ദിവസം കഴിയും തോറും ട്രാഫിക് ദുഷ്കരമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പരിഹാരം എന്നോണം ഏറെ വർഷങ്ങളായി ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ട്രിവാൻഡ്രത്ത് മെട്രോ വേണം എന്നത്. ഇതിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വികസന വിരോധം എന്ന രീതിയിലുള്ള പെരുമാറ്റം വരുന്നതാണ് ആളുകളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. മറ്റു നഗരങ്ങളിലെ തലസ്ഥാനങ്ങളിൽ മെട്രോ ഉണ്ടായിട്ടും തിരുവനന്തപുരത്ത്, കേരള തലസ്ഥാനമായ തിരുവനന്തപുരത്ത് മെട്രോ ഇല്ലാത്തതിൽ അരിശം ഒരുപാട് പേർക്കുണ്ട്. മാത്രമല്ല, ഇവിടുത്തെ ട്രാഫിക് ഇപ്പോൾ അനുദിനം ട്രാഫിക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് എല്ലാവരും മെട്രോ വേണമെന്നൊരു ആവശ്യം നിർദ്ദേശിച്ചത്. എന്നിട്ടും സർക്കാരിൽ നിന്ന് വിമുഖത കാട്ടുന്നതാണ് ഏറെ സംശയകരമായ ഒരു കാര്യം. എന്നാൽ ധനകാര്യ വകുപ്പിന്റെ പരിഗണനയിലാണ് വിഷയമെന്ന റിപ്പോർട്ടുകളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. ധനകാര്യ വകുപ്പ് പദ്ധതി അംഗീകരിച്ചു കഴിഞ്ഞാൽ അലൈൻമെന്റ് അന്തിമമാക്കാൻ മുഖ്യമന്ത്രി തല യോഗം ചേരും. തുടർന്നാകും നിർണായക തീരുമാനം ഉണ്ടാവുക. സെക്രട്ടേറിയറ്റ് വഴിയാണ് അലൈൻമെന്റ് കടന്നു പോകുന്നത് എങ്കിൽ തടസ്സങ്ങൾ ഒഴിവാക്കാൻ മെട്രോ പാത സൗകര്യം തിരഞ്ഞെടുക്കുന്നതാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനം ഉണ്ടായിട്ടില്ല. തൂണുകൾ സ്ഥാപിച്ചുള്ള മെട്രോ ആണെങ്കിൽ ബേക്കറി ജംഗ്ഷൻ മുതൽ തമ്പാനൂർ അലൈൻമെന്റ് പദ്ധതിക്ക് അനുയോജ്യമാകും എന്നാണ് വിലയിരുത്തൽ. എങ്കിലും തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയിൽ അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. തൂണുകൾ മുഖേനയാണോ ഭൂഗർഭപാതയാണോ പദ്ധതിക്ക് അനുയോജ്യമെന്ന തീരുമാനത്തിൽ എത്തിയാൽ മാത്രമേ അലൈൻമെന്റ് അന്തിമമാക്കാൻ കഴിയൂ എന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കഴക്കൂട്ടം വഴി മെട്രോ റെയിൽ പദ്ധതി വഴിതിരിച്ചു വിടണമെന്ന ആവശ്യം ശക്തമായി തുടരുന്നത് അലൈൻമെന്റ് നിശ്ചയിക്കുന്നതിൽ കാലതാമസം ഉണ്ടാക്കുന്നുണ്ട്. പള്ളിപ്പുറത്ത് NH-66 നിർമ്മാണം നടക്കുന്നതിനാൽ തന്നെ ഈ റൂട്ടിൽ മെട്രോ സാധ്യമല്ല എന്ന വാദവും ശക്തമാണ്. അലൈൻമെന്റ് സംബന്ധിച്ച നിർദ്ദേശം സർക്കാരിന് മുന്നിൽ എത്തിയതിനാൽ വൈകാതെ തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷ.